ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ജെഎം ട്രിപ്ലെറ്റ്സ്. നമ്മുടെ ചെറിയൊരു വ്ളോഗായിട്ടാണ് ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതാക്കും ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഫൈസു എണീറ്റിക്കണം കേട്ടോ. ഓനെ എണീറ്റിട്ടുള്ള മറ്റേ രണ്ടാളും എണീറ്റിട്ടില്ല. ഐഷു റെയിന് നല്ല ഉറക്കത്തിലാട്ടോ. പോലെ എണീക്കണ മുമ്പ് ഞാൻ വേഗം പോയിക്കാണ് അപ്പം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. ഞാൻ നീർദോശ ഇട്ടൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാക്കണം മാവൊക്കെ ആയിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പൈക്ക് കുറച്ചൊന്ന് എണ്ണ പരട്ടി കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പറന്ന് ചുട്ട് കൊടുക്കാം കേട്ടോ. മറ്റുള്ള 2 പേര് എണീക്കണ മുമ്പ് വേഗം ഞാൻ ചുട്ടെടുക്കുകയാണ്. ഇപ്പോൾ ഫൈസ് ഇതാട്ടെ രാവിലെ തന്നെ പാലും കുപ്പിയും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഓല് രാവിലെ നീച്ചാൽ പിന്നെ അതാണ് ഓലെ പരിപാടി. ഓതാട്ടോ ഓൻ്റെ ഉപ്പച്ചായിട്ട് നല്ല കളിയിലാണ്. ഇപ്പോൾ മറ്റോല് എണീക്കണ മുമ്പ് അപ്പം ചുട്ട് കഴിഞ്ഞാൽ പിന്നെ ഓൽക്കത് കൊടുത്താൽ മതി. മറ്റോല് രണ്ടാളും എണീക്കണ മുമ്പ് ഞാൻ വേഗം അപ്പം ചൂട്ടാനുള്ള പരിപാടി കേട്ടോ. ഫൈസ് അവിടെ അപ്പം കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ റൂമിലേക്ക് പോയി നോക്കുമ്പോഴാണ് റെയിൻ ഇവിടെ എണീറ്റിട്ടുണ്ട് കേട്ടോ. കാല് ചുമരുമല ഇങ്ങനെ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കളിച്ചിങ്ങനെ കിടക്കുകയാണ് കേട്ടോ. റെയിനുവിൻ്റെ സൗണ്ട് കേട്ട് കാണ്ട് ഇതാക്കണോ ഐഷു എണീറ്റു കേട്ടോ. അശ്വിന് ചെറുതായിട്ട് കുറച്ച് കുറുമ്പൊക്കെ ഉണ്ടാവും കേട്ടോ എണീക്കണ സമയത്ത്. അപ്പം അതൊക്കെ മാറി ഇപ്പോൾ അപ്പം തിന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ആ സമയത്ത് തന്നെ പാലുകാരൻ വന്നിക്കാണ്ട് പാല് കൊടുത്തു പോയിട്ടുണ്ട് കേട്ടോ. ഫൈസുവിൻ്റെ കയ്യിലാണ് കൊടുത്തിക്കണത്. അത് കണ്ട് കാണുന്നതാ മറ്റോ രണ്ടാളും അടുക്കളയിൽ നിന്ന് ഇങ്ങനെ മണ്ടിയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ കുപ്പിക്ക് ഭയങ്കര തിരക്കേക്കര ഇവിടഞ്ഞ്. ഞാൻ കൂടുതൽ തിരക്കാണതിന് മുമ്പ് വേഗം പാല് കുടിക്കുന്ന അശ്വ അറിഞ്ഞാണ്ട് പാല് കുപ്പി വാങ്ങും കേട്ടോ. അപ്പം തന്നെ വേഗം തിന്നും ചെയ്തു കേട്ടോ. ഇനി അത് തിളപ്പിച്ച് കൊടുക്കാണ്ട് ഓൽക്കിട്ടോ. ഞാൻ ബാക്കി അപ്പം ഇങ്ങനെ ചുട്ടുകൊണ്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് പരിപാടികളൊക്കെ. അപ്പോൾ ഇതാട്ടോ ഇവിടെ പാല് തിളപ്പിച്ചാൻ വെച്ചിട്ടുണ്ട്. ഞാനത് തിളച്ചതിന് ശേഷം കുറച്ച് ഇപ്പോൾ കൊടുക്കും, കുറച്ച് പിന്നെ ഓല് ഉറങ്ങി എണീറ്റിൻ്റെ ശേഷം കൊടുക്കും കേട്ടോ. അതാകണോ ചോറിനില്ല വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മട്ടയിരിയും കുറച്ച് കുറുവാരിയും കൂടി ആട്ടോ ഒപ്പം വെക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ഓലെ എപ്പിച്ച് പോവാനുള്ള പരിപാടിയാണ്. എപ്പിച്ച് പോണതിന് മുമ്പിൻ്റെ കുറച്ചൊക്കെ പണിയാണ് കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഓലപ്പം ഇങ്ങനെ ഇരുന്നാൽ മതി. ചോറ് ഇതാട്ടോ തളിച്ചിട്ടുണ്ട്. ഞാൻ റൈസ് കുക്കർക്ക് ഇറക്കി വെക്കലാട്ടോ. അതിലാണെങ്കിൽ ഇന്ന് അതിങ്ങനെ അവിടെ കടന്ന് വന്നോളൂ. അപ്പം തന്നെ ഫൈസ് അവിടെ അവൻ്റെ എപ്പച്ചിൻ്റെ ഒപ്പം ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. കാക്കു ഇന്നലെ വന്നപ്പോൾ കുറച്ച് മീൻ കൊടുന്നീന് കേട്ടോ ചട്ടിപ്പറമ്പിൽ നിന്ന്. അതിക്കുള്ള ഉള്ളിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതാകൊണ്ട് കാക്കു പോകാൻ നിൽക്കുകയാണ്. പോണീൻ്റെ മുമ്പ് കുറച്ചൊരു നൂലോളിയൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് കാക്കു ടാറ്റൊക്കെ പറഞ്ഞിക്കാണ്ട് പോവാണ്. ഫൈസ് ഇങ്ങനെ ചെറുതായിട്ട് നൂലൊളിച്ചും പിന്നെ ഇങ്ങനെ മാറും ചെയ്യും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാക്കു പോയതിന് ശേഷം ഞാൻ ഓല കുളിപ്പിച്ച് കണ്ട് ഉറക്കി കേട്ടോ. എന്നാലും എൻ്റെ ബാക്കി പരിപാടികളൊക്കെ നടക്കുള്ളൂ. ഇവിടെയൊക്കെ അത് ആകെ പരത്തിട്ട് കേട്ടോ. കുട്ടികളിലെ വീട് ഇങ്ങനെ തന്നെ ആക്കരല്ലേ. പാത്രങ്ങളൊക്കെ നല്ല വലിച്ച് വാരി ഇട്ടിക്കണം കേട്ടോ മക്കൾ. അപ്പോൾ അതാക്കുമ്പോൾ ചീരുള്ളി ഞാൻ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ മീൻ കറിക്ക് ചീരുള്ളി ആട്ടോ ഇടാറ്. മീൻ ഇതാ മത്തിയാണ്. കുറച്ച് പൊരിച്ചും ചെയ്യുക, കുറച്ച് കറിയും വെക്കുക എന്നൊക്കെ പറഞ്ഞിക്കാണ്ട് കേട്ടോ കാക്കു പൊയ്ക്കണത്. അപ്പോൾ അതൊക്കെ കുറച്ചെടുത്ത് കാണാൻ ഞാൻ പൊരിച്ചാണ്. കുറച്ച് മസാലപ്പൊടിയും ഒക്കെ ഇട്ട് കാണാൻ സുർക്കൊക്കെ ഇട്ട് കാണാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാക്കണ കറി ഉണ്ടാക്കാൻ പോവാട്ടോ. എനിക്ക് കുറച്ച് ചീരുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുപ്പത്താട്ടോ ഉണ്ടാക്കണത്. ഇതാക്കണ ഫസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഉലുവ ഒന്ന് കളറൊക്കെ മാറുന്ന സമയത്ത് നമുക്ക് ചീരുള്ളിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം കേട്ടോ. അതിന് പിന്നെ കുറച്ച് ഉപ്പിട്ട് കാണും കൊടുക്കും ചെയ്യാം. നമ്മൾ ഉപ്പിടുന്നത് പെട്ടെന്ന് വാടാനാണ് കേട്ടോ. ചെറുള്ളിയൊക്കെ പെട്ടെന്ന് വാടി കിട്ടും ഉപ്പിട്ടാൽ. അപ്പോൾ അതിൻ്റെ ശേഷം അതിക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചുണ്ട് കേട്ടോ. അതിട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഒരു 2 തക്കാളി ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെക്കുക. അപ്പോൾ അതുകൊണ്ട് തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഇടാം കേട്ടോ. മസാലപ്പൊടീൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ.
പിന്നെ നിങ്ങൾക്ക് എത്രയാണോ കറി വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. അതിന് ശേഷം നമ്മൾ മീൻ ഇടാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നല്ലോണം തിളച്ചിട്ടുണ്ടെങ്കിൽ നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ. മീനിട്ടതിന് ശേഷം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മീൻ കറി ആയിട്ടുണ്ടെങ്കിൽ ഞാൻ മാറ്റി വെക്കാം കേട്ടോ. നമുക്ക് ഞാൻ അടുപ്പത്ത് തന്നെ മീൻ പൊരിച്ചെടുക്കും ചെയ്യാം. അതിന് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് എണ്ണ ഒഴിച്ചെടുത്തിട്ട് നമുക്ക് മീൻ നേരത്തെ മസാല കൂട്ടി വെച്ച് മീനിട്ട് കൊടുക്കട്ടോ. മീൻ ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ബാക്കി പരിപാടികളൊക്കെ നോക്കാം കേട്ടോ. രാവിലത്തെ പാത്രങ്ങളൊന്നും മോറിയിട്ടില്ല കേട്ടോ. അപ്പോൾ പാത്രങ്ങൾ മോറാനുണ്ട്, അടിച്ചേരി തുടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആകെ പരത്തിട്ടിരിക്കണേ. അപ്പോൾ അതൊക്കെ ശരിയാക്കിക്കണം കേട്ടോ. എൻ്റെ അടിച്ചേരി തുടക്കലും കുളിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഇതാട്ടോ ഓരോരുത്തരും എണീക്കൽ തുടങ്ങി കേട്ടോ. അപ്പോൾ 3 ആളും എണീറ്റിട്ടുണ്ട്. എണീച്ചിട്ട് ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടന്ന് കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു കേട്ടോ. ശേഷം രാവിലത്തെ പാല് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, അതും കൊടുത്തു ഓൽക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് കേട്ടോ. നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.